ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ പുതിയ മാറ്റങ്ങൾ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ജലസംരക്ഷണത്തിനും ഗ്രാമീണ വികസനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. അതേസമയം സ്വകാര്യ ഭൂമിയിലെ ഭൂവികസന ജോലികൾക്ക് ഇനി അനുമതി ഉണ്ടാകുകയില്ല. സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ നടപ്പിലാക്കുന്ന VBG റാംജി പദ്ധതിയോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധി മാറ്റങ്ങൾ നിലവിൽ വരും. സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ ഭൂവികസന ജോലികൾ ഇനി അനുവദിക്കില്ലെന്നതാണ് പ്രധാന മാറ്റം. എന്നാൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ തുടർന്നും നടത്താൻ അനുമതിയുണ്ടാകും. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയ കരട് പട്ടികയിൽ പുതിയ പദ്ധതിയുടെ ഭാഗമായി ചെയ്യാവുന്ന 318 പ്രവൃത്തികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ജീവനോപാധി വികസനം, ദുരന്ത നിവാരണം എന്നീ 4 പ്രധാന വിഭാഗങ്ങളിലായാണ് പദ്ധതികൾ. അങ്കണവാടികൾ, ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങൾ, സർക്കാർ സ്കൂളുകൾ എന്നിവയുടെ ചുറ്റുമതിൽ, ശുചിമുറി നിർമ്മാണം, കനാലുകൾ, ഓവുചാലുകൾ, മഴക്കുഴികൾ, ചെറിയ തടയണകൾ, കിണർ നവീകരണം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, വനവൽക്കരണം, ഗ്രാമീണ റോഡുകൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടും. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കമ്പോസ്റ്റ് കുഴികൾ, മാലിന്യ വേർതിരിക്കൽ ഷെഡുകൾ, ഗ്രാമീണ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രങ്ങൾ, മത്സ്യകൃഷി, പ്ലാന്റേഷൻ, ശ്മശാന നിർമ്മാണം, അറ്റകുറ്റപ്പണി തുടങ്ങിയവയും പുതിയ പട്ടികയിലുണ്ട്. അതേസമയം ശാരീരികാധ്വാനം ആവശ്യമായ ജോലികൾക്കാണ് പുതിയ പദ്ധതിയിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 22 ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഏകദേശം 40% 60 വയസ്സിന് മുകളിൽ ഉള്ളവരായതിനാൽ ഇത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. പുതിയ പദ്ധതിയിൽ തൊഴിലാളികളുടെ കൂലിയും കേന്ദ്ര സർക്കാർ തന്നെയാകും നിശ്ചയിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാഹന മോഡിഫിക്കേഷനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിയമാവലികൾ ബാധകമാണെന്ന് മന്ത്രി. അമിത വെളിച്ചവും ശബ്ദവും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് അനുമതിയില്ലെന്നും മന്ത്രി CP ജോൺ നിയമസഭയിൽ വ്യക്തമാക്കി. വാഹന മോഡിഫിക്കേഷനുകളിൽ നിയമം ലംഘിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ വ്യക്തമാക്കി. അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തുവരുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷനുകൾക്ക് അനുമതി നൽകാനാവില്ലെന്നും കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. വാഹനത്തിന്റെ സുരക്ഷയെ ബാധിക്കാത്തതും അപകടസാധ്യത ഉണ്ടാകാത്തതുമായ ചില മാറ്റങ്ങൾ സംബന്ധിച്ച് സർക്കാർ വിശദമായി ചർച്ച നടത്തുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കളർ കോഡ് മാറ്റുന്നതും വാഹനത്തിന്റെ പുറത്ത് തള്ളി നിൽക്കാത്ത തരത്തിലുള്ള ഫിറ്റിംഗ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ പരിഗണനയിലുള്ളത്. എന്നാൽ മറ്റ് വാഹനയാത്രികർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ലൈറ്റുകളോ ശബ്ദ സംവിധാനങ്ങളോ അനുവദിക്കില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു. ഇതിനിടെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ പേരിൽ സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ചും നിയമസഭയിൽ ചർച്ചയായി. പദ്ധതിയുടെ ആഘാതം വിശദമായി പഠിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സ്ത്രീകൾ കൂടുതൽ KSRTC ബസ്സുകൾ ഉപയോഗിക്കുന്നതോടെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിദിന വരുമാനം 1500 മുതൽ 2500 രൂപ വരെ കുറഞ്ഞതായി ബസ് ഉടമകളുടെ സംഘടനകൾ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വാഹന മോഡിഫിക്കേഷനിലും പൊതുഗതാഗത മേഖലയിലെ പ്രശ്നങ്ങളിലും നിയമപരവും പ്രായോഗികവുമായ പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.